ഈ ദൈവങ്ങളുടെ ഒരു പ്രശ്നമുള്ളത്, മിക്ക ദൈവങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയാവും. അത് നന്നായിട്ട് ഉച്ചരിച്ചില്ലെങ്കിലും പ്രശ്നം. ചില പറയും നിങ്ങളുടെ സംസ്കൃത ഉച്ചാരണം ശരിയായില്ല, നിങ്ങളുടെ അറബി പറഞ്ഞത് ശരിയായില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിച്ചും ഇന്റർനേഷനും ഇല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയ പുള്ളിക്ക് പിടികിട്ടില്ല. നമുക്ക് ശരാശരി 3-4 ലാംഗ്വേജൊക്കെ അറിയാം അല്ലേ? കുറച്ച് പറയുന്നുണ്ട്, കുറച്ച് തമിഴ് അറിയാം, എല്ലാം അറിയാം, ഒരുമാതിരി കാര്യങ്ങൾ മനസ്സിലാവും. ആംഗ്യം കാണിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആംഗ്യം കാണിച്ചാലൊന്നും രക്ഷയില്ല, കറക്റ്റ്. സത്യത്തിൽ ഈ മതസങ്കല്പങ്ങളെല്ലാം തന്നെ ഈ ചപലതയുടെ ആഘോഷമാണ്. മനസ്സിലായില്ലേ? ഈ ഇതിന്റെയൊക്കെ കാര്യം പറയാം, ഹിന്ദുവിലെ ജ്യോതിഷികള് നിങ്ങൾ ആ കറക്റ്റ് 1 സെക്കൻഡ് തെറ്റിച്ച് പറഞ്ഞുകൊണ്ടാണ് എല്ലാം പോയെന്നൊക്കെ പറയുന്നതാണ്. അവർക്ക് എന്തോന്ന് അറിയില്ല. അവർ വിചാരിക്കുന്ന ഈ കൃത്യതയാണ് എല്ലാം. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഒരു 20% പൂർണ്ണമായി നടക്കും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പലതും പറയുന്നത്. സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 20% വലിയ കംപ്ലീറ്റ്ലി കറക്റ്റ് ആവും. ബാക്കി ഒരു 20% രണ്ടാമത്തെ കൈ അതൊരു പാർഷ്യലി സംഭവിക്കും. അത്രയും കൂടെ നടന്നില്ല. നിങ്ങളൊരു 10,000 കിട്ടാൻ പ്രാർത്ഥിച്ചൊരു 3,500 4,000 ഒക്കെ കിട്ടി. മനസ്സിലായി? നിങ്ങളൊരു ചെയർമാൻ ആകാനായിട്ട് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഗവേണിംഗ് ബോഡിയിലേക്ക് കയറി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നടക്കും. ഇനി ബാക്കി ഒരു 20% ഉണ്ട്. മൂന്നാമത്തത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ചേമ്പലയിൽ വെള്ളം ഒഴിച്ചോണം, യാതൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ പല പ്രാർത്ഥനകളും ആലോചിച്ച് നോക്കുക, നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ സാധനങ്ങളാണ്. മനസ്സിലായില്ല? ഇനി ബാക്കിയുള്ള 20%, നാലാമത്തെ വെള്ളം എടുത്ത് നോക്കുക, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിന് ഏതാണ്ട് പ്രതികൂലമായ രീതിയിലാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് 20% ഉണ്ട്, നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ 5 വിഭാഗത്തിൽപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലോകത്ത് ഏതൊരു വലിയ ഭക്തന്റെയും പ്രാർത്ഥനകൾ ഒന്ന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ. അത് നിങ്ങൾക്ക് ഏത് ദൈവം ഏതെന്നുള്ളൊരു വിഷയമല്ല. നിങ്ങൾക്ക് ശിവനോട് പ്രാർത്ഥിച്ചാൽ ഇതേ റിസൾട്ട് കിട്ടും, ജീസസിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും, അള്ളാഹുനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും, ഡിങ്കനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും. ദൈവം ഉണ്ടെങ്കിൽ ആൾ ദൈവം ഉണ്ടാവുന്നതിന് എന്താ തെറ്റ്? എല്ലാ ദൈവങ്ങളും ആൾ ദൈവങ്ങളല്ലേ? ഹിന്ദുമതപ്രകാരം എല്ലാ ദൈവങ്ങളും ആൾ ദൈവങ്ങളാണ്. കൃഷ്ണൻ ആൾ ദൈവമാണ്, വിഷ്ണു ആൾ ദൈവമാണ്, വിഷ്ണുവിന് ഭാര്യയുണ്ട്, ലക്ഷ്മി, പാർവതി, ബ്രഹ്മാവ്, ഇതെല്ലാം ആൾ ദൈവം. മൂക്കും കാലും വികാരങ്ങളും കല്യാണവും മക്കളും നാത്തൂനും ഒക്കെ ഉള്ളവരാണ് അവരെല്ലാം. അവർ കുറെ പേര് ഇപ്പോഴും ഇല്ലാന്നേ ഉള്ളൂ. ഇല്ലാന്ന് പറഞ്ഞാൽ അവരെവിടെയെങ്കിലും ഉണ്ടാവും. ഹനുമാൻ ചിരഞ്ജീവിയാണ്, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പരശുരാമൻ എവിടെയെങ്കിലും, എല്ലാ ആൾ ദൈവങ്ങളാണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വിഷ്ണുവിനെ ആരാധിക്കാമെങ്കിൽ എന്തുകൊണ്ട് അമൃതാനന്ദമയ്യെ ആരാധിച്ചുകൂടാ? അല്ലെങ്കിൽ നാളെ ഒരു ശങ്കരനെ ആരാധിച്ചുകൂടാ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, 5 വർഷമായിട്ട് ഒറ്റ ചരക്കായതല്ല, 1 and the same thing. ജ്യോതിഷവും വാസ്തുവും കൈനോട്ടവും വിഷ്ണുവും പാർവതിയും ശിവനും ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഇത് നിങ്ങളെ വളരെ മതാത്മകമായ തെളിവില്ലാതെ യുക്തിരഹിതമായി ഒരു ചിന്താരീതി, അതിലൂടെ എന്ത് വേണമെങ്കിലും വിരിയാൻ കഴിയും.